പാസ്റ്റർമാരും ഒക്കെ ചിലപ്പോൾ പരസ്യകം നടത്തുമ്പോൾ പറയുന്നൊരു ശ്ലോകമാണ് ഈ ലോകസമസ്ത സുഖിനോ ഭവന്തു. ഇന്നു മുതൽ ആ ശ്ലോകത്തോട് വിട പറഞ്ഞുകൊള്ളണം. കാരണം ആ ശ്ലോകത്തിന്റെ പാതിയെ നിങ്ങൾ കേട്ടിട്ടുള്ളൂ, പാതി ആളുകൾ പാടാറുള്ളൂ. അത് തുടങ്ങുന്നത് എങ്ങനെയാ? സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേണ മാർഗേണ മഹീം മഹീശ ഗോ ബ്രാഹ്മണേഭ്യ സുഖമസ്തു നിത്യം ലോകസമസ്ത സുഖിനോ ഭവന്തു. എന്താ അതിന്റെ അർത്ഥം? ബ്രാഹ്മണനും പശുവിനും സുഖമെങ്കിൽ ലോകത്തിന് മുഴുവൻ സുഖം. മൊത്തം ഞാൻ അതൊന്ന് വ്യാഖ്യാനിച്ചു വരാം. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം, അതായത് ഒരു രാജ്യത്തെ ഭരണഘടന അനുസരിച്ച് ഭരിക്കുകയും, ഭരണഘടന എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയല്ല, ഈ മനുസ്മൃതിയാണ്. ഇതിൽ എന്തെല്ലാം ഉണ്ടെന്ന് ഞാൻ പിന്നെ പറയാം. മനുസ്മൃതി അനുസരിച്ച് ഭരിക്കുകയും പിന്നെ ആ രാജ്യത്ത് പശുവിനും ബ്രാഹ്മണനും സുഖം നൽകുകയും ചെയ്യുന്ന ഏതൊരു രാജാവും ചെയ്യുന്നത് എന്താണ്? ലോകത്തിന് മുഴുവൻ സുഖം കൊടുക്കുകയാണ്. ബഹുമാനപ്പെട്ട മോഡിജി നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം പശുക്കൾക്ക് ആംബുലൻസ് ഉണ്ടാക്കി. നമ്മുടെ നാട്ടിൽ അതൊരു കോമഡിയായി നമുക്ക് തോന്നുമെങ്കിലും അദ്ദേഹം ആത്മാർത്ഥമായിട്ട് അത് ചെയ്യുന്നതാ. കാരണം പശുവിന് സുഖം കൊടുത്തെങ്കിലേ ഇന്ത്യക്ക് സുഖം വരൂ എന്നാണ് അദ്ദേഹം പഠിച്ചു വെച്ചിരിക്കുന്നത്, അദ്ദേഹം ഗ്രഹിച്ചു വെച്ചിരിക്കുന്നതാണ്. കാരണം പശുവിന് സുഖം കൊടുക്കാമോ, പശുവിന് സംതൃപ്തി കൊടുക്കാമോ? മനുഷ്യനെ സൈക്കിളിൽ മനുഷ്യ ശവശരീരം കെട്ടിക്കൊണ്ട് അടക്കാൻ പോകുന്ന ഒരു രാജ്യമാണെന്ന് ഓർക്കണം. മനുഷ്യന് ആവശ്യത്തിന് ജീവിത സൗകര്യങ്ങൾ ഇല്ലാത്ത ഒരു രാജ്യത്ത് പശുവിന് ആംബുലൻസ് ഉള്ള ലോകത്തിലെ ഒരു രാജ്യം നമ്മുടെയാണ്. വേണമെങ്കിൽ അഭിമാനിക്കാം. അദ്ദേഹം എന്തിനാണ് നമ്മുടെ നികുതി പണം കൊണ്ട് ഈ പണിയൊക്കെ ചെയ്യുന്നത്? അല്ലെ യോഗി ആദിത്യനാഥ് എന്തിനാ ഈ പണി ചെയ്യുന്നെന്ന് അറിയണ്ടേ? പശുവിന് സുഖം കൊടുത്തെങ്കിലേ രാജ്യത്തിന് സുഖം വരൂ, ഇതാണ് കാരണം. അപ്പോൾ ലോകസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മളൊക്കെ ധരിച്ചു വെച്ചിരുന്ന ലോകത്തിലെ സകല മനുഷ്യരെയും സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും ആഴങ്ങൾ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ജനാധിപത്യബോധത്തോടെ ലോകത്തിലുള്ള മനുഷ്യരെ മുഴുവൻ കാണാനുള്ള ആഹ്വാനമാണെന്നാണ്. അല്ലല്ല, സ്വസ്ത്യ പ്രജാഭ്യാം പരിപാലയന്താം ന്യായേണ മാർഗേണ മഹീം മഹീശ ഗോ ബ്രാഹ്മണേഭ്യ സുഖമസ്തു നിത്യം ലോകസമസ്ത സുഖിനോ ഭവന്തു. പശുവിനും ബ്രാഹ്മണനും സുഖം നൽകിയാലേ ലോകത്തിന് സുഖമുള്ളൂ. ഇതാ ഈ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. അപ്പോൾ അടുത്തൊരു കാര്യത്തിലേക്കൂടെ കിടക്കാം. നമ്മളെയൊക്കെ ഇങ്ങനെ സംസ്കൃതവും ശ്ലോകവും ഒക്കെ പാടി പാതി കേൾപ്പിച്ചാണ് ഇത്തരം ആളുകൾ ഇത്രയും നാള് ഈ രാജ്യത്തെയും ജനത്തെയും തെറ്റിദ്ധരിപ്പിച്ചത്. വിദ്യാസമ്പന്നരായ മലയാളികൾക്കിടയിൽ ഇത്രയും തെറ്റിദ്ധരിപ്പിക്കാമെങ്കിൽ അക്ഷരം കൂട്ടി വായിക്കാനാവാത്ത ആളുകൾ കിടക്കുന്ന വടക്കേ ഇന്ത്യയിൽ ഇത്തരം സംഘടനകൾ ആധിപത്യം ചെലുത്തിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഞാൻ അതിലേക്കൊന്ന് വരാം. പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്ത് നിലനിന്നിരുന്ന വ്യവസ്ഥ അനുസരിച്ച് 4 തരം ആളുകളെ സൃഷ്ടിച്ചു. അത് ഇത്രയും ആളുകളാണ്: ബ്രാഹ്മൺ, ക്ഷത്രിയൻ, വൈശ്യൻ. ഇനി അവരെ ചേർത്ത് പറയും ത്രൈവർണികൻ. 4ാമത് വരുന്ന ആളുകളെ ശൂദ്രൻ എന്നാണ് പറയുക. ജനങ്ങൾ പലപ്പോഴും ഈ ശൂദ്രൻ ആരെ എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഈ ശൂദ്രൻ ഒരിക്കലും ഞാനും നിങ്ങളും പലരും ചിന്തിച്ചു വശായിട്ടുള്ളതുപോലെ ഈ രാജ്യത്തിലെ ദലിതനോ ആദിവാസിയോ മറ്റു പിന്നോക്കനോ അല്ല. ആരാണ് പിന്നെ ഈ ശൂദ്രൻ? ശൂദ്രൻ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള വേദങ്ങളുടെ അടിസ്ഥാനത്തിൽ ഋഗ്വേദത്തിലെ 10ാം മണ്ഡലം പുരുഷ സൂക്തം അനുസരിച്ച് ഗ്രഹിച്ചു വന്നാൽ അത് കൃത്യമായി തന്നെ പിൽക്കാല ചരിത്രം കൂടെ ബോധിപ്പിക്കുന്നത് നമ്മൾ ഇന്ന് നായർ എന്ന് വിവക്ഷിക്കുന്ന സമൂഹത്തെയാണ് ശൂദ്രാസ് എന്ന് വിളിക്കുക. മഹാത്മാ ജ്യോതിബാഹുലെ അതിനു മുമ്പൊരു സമൂഹത്തെ കാണുന്നുണ്ട്, ആദിശൂദ്ര എന്ന് പറഞ്ഞു കാണുന്നുണ്ട്. അപ്പോൾ നായർ അടക്കമുള്ള സമൂഹത്തിന് ഈ വർണ്ണങ്ങൾക്കുള്ളിൽ പെടും. 4 വർണ്ണങ്ങൾക്കുള്ളിൽ. അതിന് പുറത്തു വരുന്ന മനുഷ്യരൊക്കെ തന്നെ ആരാണ്? വർണ്ണരഹിതരാണ്, വർണ്ണബാഹ്യരാണ്. അതിനാണ് ചെന്താരശ്ശേരിയെ പോലുള്ള എഴുത്തുകാര് വർണ്ണബാഹ്യ സമൂഹങ്ങൾ എന്നാണ് പറയുക. വർണ്ണത്തിന് പുറത്തുള്ളവർ. ഒറ്റവാക്കിൽ പറഞ്ഞാൽ 10 കോടി വരുന്ന യാദവർ ഈ വർണ്ണത്തിൽ പെടത്തില്ല. അതിലുമേറെ വരുന്ന കേരളത്തിലെയും ഇന്ത്യയിലെയും ദലിതർ ഇതിൽ പെടില്ല. ഈ രാജ്യത്തെ വളരെ ഏറ്റവും ശക്തരായി നമ്മുടെ നാട്ടിലുള്ള ഒരു സമൂഹമായ ഈഴവർ ഈ വർണ്ണത്തിൽ പെടത്തില്ല, വർണ്ണബാഹ്യരാണ്. അവർ ഈ പറയുന്ന ശൂദ്രര് പോലുമല്ല. അപ്പോൾ ശൂദ്രനെ സൃഷ്ടിച്ചത് എന്താണ്? ഈ ബ്രാഹ്മണന്റെ പാദസേവയ്ക്ക് വേണ്ടിയാണ്, മറ്റുള്ളവരുടെ പാദസേവയ്ക്ക് വേണ്ടി. എത്ര വിദഗ്ധമായിട്ടാണ് ആളുകൾ ഈ കഥ മെനഞ്ഞത്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പറയാം, മിഷണറിമാര് കഥകൾ പറയുന്നു, ആദമും ഹവ്വയും സൃഷ്ടിക്കപ്പെട്ട കഥ പറയുന്നു. പ്രിയപ്പെട്ടവരെ, അതിനെ കഥയായി നിങ്ങൾ കണ്ടുകൊള്ളൂ. ആ കഥയിലും ഒരു മാന്യതയുണ്ട്. എന്താണ് ആ കഥയിലെ മാന്യത എന്ന് ഞാൻ പറയാം. ഭൂലോകത്തുള്ള സകല മനുഷ്യർക്കും ഒരപ്പനും ഒരമ്മയും എന്ന് പറയുന്ന ആ ചിന്തയെ കഥയായി കാണണമെങ്കിൽ ഒരു മനുഷ്യന്റെ തലയിൽ നിന്നും, ഒരു മനുഷ്യന്റെ നെഞ്ചിൽ നിന്നും, ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ വിരാട് പുരുഷന്റെ അരയിൽ നിന്നും, പാദത്തിൽ നിന്നും മനുഷ്യനുണ്ടായി എന്ന് പറയുന്ന ആ വൈചിത്രത്തെക്കാൾ എത്രയോ വ്യത്യാസമാണ്. ഈ 4 തരം ആളുകളെ സൃഷ്ടിക്കാൻ മാത്രമേ വിരാട് പുരുഷൻ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ ചിന്തിച്ചു നോക്കണം. യഹൂദന്മാരില്ലേ അങ്ങകലെ, നാസികളില്ലേ അങ്ങകലെ, ഇനിയും ലോകത്തിന്റെ പലയിടങ്ങളിൽ എത്രയോ തരം മനുഷ്യരുണ്ട്. ഇവരെയൊന്നും സൃഷ്ടികർത്തൃത്വത്തിന് 1 മിനിറ്റ് ചിലവഴിക്കാത്ത ഇത്തരം വിരാട് പുരുഷന്മാർ നിലനിന്നുകൊണ്ട് നമ്മെ വിമർശിക്കുമ്പോൾ മറുവശത്തൊരു കാര്യം പറയാ. ഇതിത്തരം ഒരു ചോദ്യം തത്വചിന്തകന്മാരുടെ തറവാട്ടുഭൂമിയായ
ഏതൻസ് എന്ന് പറയുന്ന ഒരു സ്ഥലമിന്റെ പുരാതന ഒളിമ്പിക്സ് ഒക്കെ ആരംഭം കുറിച്ച സ്ഥലം. അവിടെ നിന്നുകൊണ്ട് ധനനായ പൗലോസ് നേരിടുന്നുണ്ട്. പൗലോസ് ഈ ചോദ്യത്തെ നേരിടുമ്പോൾ വിളിച്ചു പറയുകയാണ്, അവൻ ഭൂതലത്തിലെങ്ങും കൊടിയിരിക്കാൻ ഒരുത്തരിൽ നിന്ന് മനുഷ്യജാതിയൊക്കെ ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. ഈ സന്ധ്യാസമയത്ത് ഞങ്ങൾ അഭിമാന പുരസരമാണ് ഈ ബൈബിൾ പ്രസംഗിക്കുന്നത്. ഉലകത്തിലെ സകല മനുഷ്യർക്കും ഒരപ്പനും ഒരമ്മയുമെന്ന് വളരെ കൃത്യതയോടെ ഇന്നേക്ക് 2000 ആണ്ടുകൾക്കപ്പുറത്ത് ഏകോദര സാഹോദര്യത്തിന്റെ വിളംബരം മുഴക്കിയ അത്യുജ്വലമായ ബൈബിളും അതിൽ വിരാജിക്കുന്ന നസ്രയനായ യേശുവും ഉലകത്തിന്റെ ഗുരുവും രക്ഷിതാവുമെന്ന് അലംഘനീയമായി വിളിച്ചു പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഉയർത്തുന്ന സുവിശേഷത്തിന്റെ മാഹാത്മ്യത്തെ അരക്കിട്ടുറപ്പിച്ചുകൊണ്ട് ആ സുവിശേഷത്തിന്റെ സാക്ഷ്യസത്യം ഇങ്ങനെ പ്രസ്താവിക്കട്ടെ, മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. അന്റാർട്ടിക്കയിൽ, ആഫ്രിക്കയിൽ, അമേരിക്കയിൽ, ഇന്ത്യയിൽ, ഉലകത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും സകല മനുഷ്യർക്കും ഒറ്റ സൃഷ്ടിതാവ്, ഒറ്റ രക്ഷകൻ, ഒറ്റ വീണ്ടെടുപ്പുകാരൻ. ഈ പറയുന്ന ഞങ്ങളാണോ വർഗീയവാദികൾ? നിങ്ങൾ വിളിച്ചു പറയൂ. ഞങ്ങളാണോ മതപരിവർത്തനം ചെയ്യുന്നത്? നിങ്ങൾ വസ്തുത ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. എന്തുകൊണ്ട് ഈ രാജ്യത്ത് ഇത്തരത്തിലുള്ള ആശയങ്ങൾക്ക് സ്ഥാനം ലഭിച്ചു എന്ന് ഞാൻ ക്രമേണ ഒന്ന് പറയാം. പ്രിയപ്പെട്ടവരെ, ആദ്യം മറ്റൊരു കാര്യം കൂടി നമ്മൾ ഗ്രഹിക്കേണ്ടതുണ്ട്. ചരിത്രത്തിന്റെ ഓരോ ഘട്ടത്തിൽ പലതരം വിദേശികൾ ഈ രാജ്യത്തിലേക്ക് വന്നു. എനിക്കൊന്ന് നമ്മുടെ രാജ്യം സന്ദർശിച്ച വിദേശ സഞ്ചാരികൾ ഉണ്ടായിരുന്നു. ബാർബോസയെ പോലെയുള്ള സഞ്ചാരികൾ ഉണ്ടായിരുന്നു. മാർക്കോപോളയെ പോലെയുള്ള സഞ്ചാരികൾ ഉണ്ടായിരുന്നു. ഇബ്നു ബത്തൂത്തയെ പോലെയുള്ള സഞ്ചാരികൾ ഉണ്ടായിരുന്നു. ഹുയാൻ സാങ്ങും ബാഹിയനും ഒക്കെ ഉണ്ടായിരുന്നു. ഇവർ ഈ രാജ്യത്ത് വന്നിട്ട് ഈ രാജ്യത്തെക്കുറിച്ച് ധാരാളം എഴുതി. വാസ്തവത്തിൽ അമേരിക്ക പോലെ ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിന്റെ പിന്നിൽ പോലും കേരളം പോലൊരു രാജ്യത്തിന്റെ വിവരണം ഉണ്ടായിരുന്നു പറയുമ്പോഴാണ് നമ്മുടെ മഹത്തായൊരു ഭൂതകാല ഓർമ്മ വരുന്നത്. അത് മാർക്കോപോളോ ഈ രാജ്യത്തെക്കുറിച്ചും എഴുതി, നമ്മുടെ നാടിനെ കുറിച്ചുമൊക്കെ എഴുതി. ഈ എഴുതിയ കൃതികളൊക്കെ വായിച്ചിട്ടാണ് വാസ്തവത്തിൽ അങ്ങകലെ നിന്ന് കൊളംബസ് ഈ ഇന്ത്യ തേടി വരിക. ഇന്ത്യയാണ്, അവിടെ വന്ന് പാർക്കണം, സ്വസ്ഥതയോടെ പാർക്കണം എന്നൊക്കെ കരുതിക്കൊണ്ട് അദ്ദേഹം കപ്പലിൽ യാത്ര ചെയ്ത് കപ്പൽ അനവധി നാളുകൾ കൊണ്ട് കാറ്റിന്റെ ഗതിക്കനുസരിച്ച് സഞ്ചരിച്ച് ഇത് നമ്മൾ അമേരിക്ക എന്ന് പറയുന്ന ദേശത്തെത്തി. അപരിഷ്കൃതരായ കുറേ മനുഷ്യരെ കണ്ടു. ആ മനുഷ്യർ ഇന്ത്യക്കാരാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് റെഡ് ഇന്ത്യൻസ് എന്നവർക്ക് പേരിട്ടു. അദ്ദേഹം വരാൻ ശ്രമിച്ചത് നമ്മുടെ നാട്ടിലായിരുന്നു. ഇന്ന് വളരെ സമ്പദ്സമൃദ്ധിയുടെ ഒരു നാടായി ആ രാജ്യം രൂപാന്തരപ്പെടുമ്പോഴും അതിന്റെ പ്രചോദനം കേരളം പോലൊരു സ്ഥലമാണ് എന്ന് പലർക്കും അറിഞ്ഞുകൂടാ. ഈ രാജ്യം അങ്ങനെ പോയതാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ രാജ്യത്ത് എന്ത് സംഭവിച്ചു? പിൽക്കാലഘട്ടത്തിൽ പലതരം കമ്പനികൾ ഇന്ത്യയിലേക്ക് വന്നു. ആദ്യം നമ്മുടെ അറിവിൽ നമുക്കറിവുള്ള ചരിത്രം പറഞ്ഞു തുടങ്ങാം, കൂടുതൽ പിന്നോട്ട് പോകാതെ. നമുക്കറിയാമല്ലോ, ഈ രാജ്യത്തിലേക്ക് ആദ്യം വന്നത്, അടുത്ത കാലത്തായിട്ട് ആദ്യം വന്നത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാർ 1558 ഇവിടേക്ക് വരികയാണ്. 1488 ഇവിടേക്ക് വരികയാണ്. അദ്ദേഹം വാസ്കോഡിഗാമ വന്ന ചരിത്രം നമുക്കറിയാം. ഇതിനുശേഷം ഏതാണ്ട് 10 കൊല്ലം കഴിയുമ്പോൾ ഡച്ചുകാർ കേരളത്തിലേക്ക് വരികയാണ്. ഡച്ചുകാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുണ്ട്, പോർച്ചുഗീസുകാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുണ്ട്. അതിനുശേഷമുള്ള പ്രബലമായി നമ്മൾ അറിയുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബ്രിട്ടീഷുകാരുടേതാണ്. ബ്രിട്ടീഷുകാരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600കളിൽ അങ്ങകലെ ബംഗാൾ കടന്ന് ഇന്ത്യയിലേക്ക് വരികയാണ്. ബംഗാളിലെ പ്രമുഖനായ സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടേക്ക് വരികയാണ്. ഇന്ത്യ എന്ന് പറയുന്നത് അന്ന് തമ്മിലടിക്കുന്ന 600ൽ പരം നാട്ടുരാജ്യങ്ങളാണ്. ഒരു കാര്യം ചരിത്രം പഠിക്കുന്ന ആളുകൾ മറക്കരുത്, 3 വിധ ശക്തികൾ ഇന്ത്യയെ കൊള്ളയടിച്ചു. 3 വിധ ശക്തികൾ അതിശക്തമായി ഇന്ത്യയെ കൊള്ളയടിച്ചു. ഇന്നും ആ കൊള്ളയടി മറ്റൊരു രൂപത്തിലും ഭാവത്തിലും തുടരുന്നുണ്ട്. അത് ആരൊക്കെയാണ് എന്ന് ഞാൻ പറയാം. ഒന്നാമതായി ഇന്ത്യയെ കൊള്ളയടിച്ചത് ഈ രാജ്യത്തിലെ നാട്ടുരാജാക്കന്മാരായിരുന്നു. ഇവിടുത്തുകാർ കൊള്ളയടിച്ച കഥ പലപ്പോഴും ആളുകൾ മിണ്ടില്ല, ഒരക്ഷരം ഉരിയാടില്ല. നാട്ടുകാരനല്ലേ, കൊള്ളയടിച്ചു കൊള്ളട്ടെ എന്ന് പറയുന്ന രീതിയായിരുന്നു. 600ൽ പരം നാട്ടുരാജാക്കന്മാർ ഈ രാജ്യത്തെ പിരിച്ച കരത്തിന്റെ കണക്കുണ്ട്. നിങ്ങൾ തളക്കാണം എന്ന് കേട്ടിട്ടുണ്ടോ? തളക്കാണം എന്ന് പറഞ്ഞാൽ തെങ്ങിൽ കയറുന്ന ഒരുവൻ കാലിൽ തളയിടുന്നതിന് കരമടക്കേണ്ടി വന്ന സ്ഥലമായുധം ഓർക്കണം. കമുകിൽ കയറുന്ന മനുഷ്യൻ സ്ലായിപ്പിടുന്നതിന് അടക്കേണ്ട കരത്തിന്റെ പേരാണ് തളക്കാണം. തളയ്ക്ക് കാണമടക്കണം, ഈ തളയിടുന്നതിന് കാണമടക്കണം, നികുതി അടക്കണം. ഇനി വീണ്ടുമുണ്ട്, ജനിച്ചുപോയി എന്ന കാരണത്താൽ
ശരീരത്തിന് നികുതി അടക്കണം. അതിന് തലപ്പണം എന്നാണ് പറയുക. ഇനിയുമുണ്ട് ധാരാളം തരത്തിൽ വിവരിക്കാനാവാത്ത തരത്തിലെ നികുതികൾ ഉണ്ടായിരുന്നു. ഏഴ, കോഴ, അംഗം, ചുങ്കം, ഇങ്ങനെയൊക്കെയുള്ള നികുതികൾ നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്നു. മറ്റൊന്ന്, അമ്മ മാറുമറയ്ക്കാൻ കരമടക്കേണ്ടി വന്ന സ്ഥലമാണ് നമ്മുടെ രാജ്യം എന്ന് ഓർത്തുകൊള്ളണം. അങ്ങനെ തലക്കരമുണ്ടായിരുന്നു, മുലക്കരമുണ്ടായിരുന്നു, കുടിക്കരമുണ്ടായിരുന്നു, നടക്കരമുണ്ടായിരുന്നു. ഏഴയും കോഴയും തപ്പും ചുങ്കവും അംഗവും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു കാലഘട്ടത്തിൽ മാർത്താണ്ഡവർമ്മമാർ പിരിച്ചത് 108 വിധ കരമാണ്. 108 വിധ കരം പിരിച്ച് നമുക്ക് ഏതെങ്കിലും തരത്തിൽ സുഖസൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയല്ല. ഞാൻ അതിന്റെ ഒരു ഉദാഹരണം നിങ്ങളോട് പറയാം. ഈ രാജ്യത്തുണ്ടായിരുന്ന ഒരു ദിവാനുണ്ടല്ലോ, കേണൽ മൺറോ. കേണൽ മൺറോ ഒരിക്കൽ ഒരു ആശയം തിരുവിതാംകൂർ രാജാവിന്റെ മുമ്പിൽ വെക്കുന്നുണ്ട്. അതെന്താണെന്ന് അറിയണ്ടേ? നമുക്ക് അങ്ങ് കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ ഒരു റോഡ് വെട്ടണം, ഒരു ഹൈവേ. അതിനു വേണ്ട സജ്ജീകരണങ്ങൾ വേണം. അപ്പോൾ എന്തായിരുന്നു തിരുവിതാംകൂർ രാജാവിന്റെ മറുപടി എന്ന് അറിയണ്ടേ? അല്ലയോ ദിവാൻജി, നമുക്കതിന് പണമില്ല. കുറെ പണം ഭണ്ഡാരത്തിലുണ്ട്, പക്ഷേ മുറജപം എന്നൊരു ആചാരം നമ്മളിവിടെ നടത്തുന്നുണ്ട്. ആ മുറജപത്തിന് പണം മാറ്റി വെക്കണം. എന്താണ് മുറജപം? 12 വർഷത്തിലൊരിക്കൽ നമ്മുടെ രാജ്യത്ത് തിരുവിതാംകൂറിൽ ഒരുപറ്റം ബ്രാഹ്മൺസിനെ വിളിച്ചു വരുത്തും. ഇവര് നാളുകൾ നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവത്തോടനുബന്ധിച്ച് വളരെ സമൃദ്ധമായി ഭക്ഷണം കഴിക്കും. ആയിരക്കണക്കിന് ആളുകളെ കൊണ്ട് പാർപ്പിച്ച് നമ്മുടെ നികുതിപ്പണം കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കുക. സമൃദ്ധമായ ഭക്ഷണം, 4-5 വിധ പായസം കുട്ടിയുള്ള ഊണ് 2-3 നേരം കൊടുക്കുക. അങ്ങനെ ഉള്ള ഒരു സംവിധാനത്തിന് വേണ്ടി പോലും പണം തികയാതിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ നമ്മുടെ കേണൽ മൺറോ പറഞ്ഞ എന്താണെന്നറിയണ്ടേ? അതൊന്നും സാരമില്ല, രാജാവ് അനുമതി തന്നാൽ മതി, ഞങ്ങൾ ഈ റോഡ് പണിത് കൊള്ളാം. അങ്ങനെ ഈ കേണൽ മൺറോ പണം കൊടുത്തുകൊണ്ട്, ആദ്യമായി കൂലി കൊടുത്തുകൊണ്ട് ഒരു റോഡിന്റെ പണി ആരംഭിക്കുക. കൂലി കൊടുത്തുകൊണ്ട് മലയാളി ആദ്യം കൂലി വാങ്ങിയത് കേണൽ മൺറോയുടെ കയ്യിൽ നിന്ന. ഒരു നാട്ടുരാജാവും കൂലിക്ക് ആളെ പണിയെടുപ്പിച്ചില്ല. കൂലിപ്പണി എന്ന് കേൾക്കുമ്പോൾ ഇന്ന് നമുക്ക് ചിലർക്കൊക്കെ ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും ഈ കൂലിപ്പണി പോലും ഈ രാജ്യത്തിലെ രാജാക്കന്മാർ കൊടുത്തില്ല. പകരം കൊടുത്തെന്താന്ന് അറിയണ്ടേ? അതിന്റെ പേരാണ് ഊഴിയവേല. ഊഴിയവേല എന്ന് പറഞ്ഞാൽ പണിക്ക് പകരം ഭക്ഷണം, ജോലിക്ക് പകരം ഭക്ഷണം കൊടുക്കുക. അത് നല്ല ഭക്ഷണമൊന്നുമല്ല കൊടുക്കുന്നത്. ഞാൻ ആ ഭക്ഷണം കൊടുക്കുന്ന രീതികളൊക്കെ ക്രമേണ പറയാം. ഒരു സവർണൻ കഴിച്ച ഇലക്കുള്ളിലേക്ക് കുറെ ഭക്ഷണം വെച്ചു കൊടുക്കുക, ഇങ്ങനെയൊക്കെ കഴിക്കുന്ന രീതി. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യോഗത്തിൽ പറഞ്ഞൊരു സംഭവമുണ്ട്. പി ഭാസ്കരൻ ഉണ്ണിയുടെ 20-ാം നൂറ്റാണ്ടിലെ കേരളം എന്നൊരു പുസ്തകമുണ്ട്. അത് വായിച്ചാൽ അതിന്റെ 8-ാം പതിപ്പ് പേജ് 31. അത് വായിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. ബഹുമാനപ്പെട്ട നമ്മുടെ കവി ഉണ്ടല്ലോ വള്ളത്തോൾ. വള്ളത്തോൾ നാരായണ മേനോനെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത ആളുകളില്ല. ഈ വള്ളത്തോളിന്റെ ഭാര്യ താമസിച്ചിരുന്ന അവരുടെ കുടുംബ വീട് ചിറ്റഴി എന്നാണ് പറയുക. അതിന്റെ അടുത്ത് മുല്ലക്കൽ എന്ന ഒരു വലിയ തറവാടുണ്ട്, ഒരു ബ്രാഹ്മണ തറവാടുണ്ട്. ആ ബ്രാഹ്മണ തറവാടിന്റെ തെക്കുവശത്ത് മാറിയാണ് ചിറ്റഴി ഭവനം, വള്ളത്തോളിന്റെ ഭാര്യ വീട്. വള്ളത്തോൾ അവിടെ മിക്കവാറും കാണും. ഇനി അതിന്റെ വടക്ക് ഭാഗത്ത് മറ്റൊരു വീടുണ്ട്. അവിടെ ആണ് കുട്ടിക്കൃഷ്ണമാരാര് ജീവിച്ചിരുന്നത്. ഈ കുട്ടിക്കൃഷ്ണമാരാര് ഇടയ്ക്കൊക്കെ വന്ന് വള്ളത്തോളിനെ കാണും. രണ്ടുപേരും സഹൃദയരാണ്. രണ്ടുപേരും, ഒരാൾ കവിയാണെങ്കിൽ ഒരാള് പുരാണങ്ങളെ ആസ്പദമാക്കി മനോഹരമായ ഗദ്യം ചമച്ച ആളാണ്. ഭാരത പര്യടനം പോലെ നല്ല കൃതികൾ എഴുതിയ ആരാണ്. സാഹിത്യ വിശാരദന്മാരാണ്. കുട്ടിക്കൃഷ്ണമാരാർ ഈ വള്ളത്തോളിന്റെ വീട്ടിൽ വന്നിരിക്കും, അല്ലെ ചിറ്റരി ഭവനത്തിൽ വന്നിരിക്കും. ഉച്ചയൂണിന്റെ സമയമാകുമ്പോൾ അദ്ദേഹം അവിടുന്ന് പോകും. പോകാൻ കാരണം പി ഭാസ്കരൻ എഴുതുകയാണ്, വള്ളത്തോളിന്റെ ഭക്ഷണം, അത്രയും സംസ്കാരജിത്തന്റെ ഭക്ഷണം ഈ നമ്മുടെ ബഹുമാനപ്പെട്ട PC കുട്ടിക്കൃഷ്ണമാരാർക്ക് കഴിക്കാൻ പറ്റുന്നില്ല. അറപ്പും വെറുപ്പും. ഞാൻ ഇതുവരെ ധരിച്ചിരുന്നത് ഈ മേനവനാണ് ഉയർന്ന ജാതി എന്നാണ്. പിന്നാണ് മനസ്സിലാക്കുന്നത് മാരാരാണ് കുറെ കൂടി ഉയർന്ന ജാതി. ഇങ്ങനെ ഈ ജാതി സങ്കല്പങ്ങൾ നിലനിൽക്കവേ ഇദ്ദേഹം എവിടേക്ക് പോകുന്നറിയോ? അപ്പുറത്ത് മുല്ലക്കൽ മനയിലേക്ക് പോകും. മുല്ലക്കൽ മന ബ്രാഹ്മണത്തറവാടാണ്. ഈ ബ്രാഹ്മണത്തറവാടിൽ തീർച്ചയായിട്ടും കുട്ടിക്കൃഷ്ണമാരാർക്ക് ഊണ് കിട്ടും. ഊണ് കൊടുക്കുന്ന എവിടാന്നിരണ്ടേ? ആവണപ്പലകയിട്ട് അതിലല്ല കൊടുക്കുന്നത്. ആരാധ്യന്മാർക്ക് മാത്രം ആവണപ്പലകയിട്ട് അതിലാണ് ഊണ് കൊടുക്കുന്ന സംസ്കാരം നിലനിന്നിരുന്ന ആ കാലത്ത് കുട്ടിക്കൃഷ്ണമാരാർക്ക് ഊണ് കൊടുക്കുന്നത് മുറ്റത്താണ്. മുറ്റത്താണെന്ന് മാത്രമല്ല, അദ്ദേഹം വല്ല പേപ്പർ എടുത്തിട്ടോ ചാക്ക് വിരിച്ചിട്ടോ അതിലിരുന്നു കൊണ്ട് മുല്ലക്കൽ ഭവനത്തിലെ സകല ആഢ്യന്മാരും ഭക്ഷണം കഴിച്ച ശേഷം മാത്രമേ കുട്ടിക്കൃഷ്ണമാരാർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റൂ. വള്ളത്തോളിന്റെ വീട്ടിൽ വേണ്ട സൗകര്യങ്ങളുണ്ടായി ഭക്ഷണം കൊടുത്താലും അത് കഴിക്കാൻ വയ്യ. മുല്ലക്കൽ മനക്കൽ എല്ലാവരും കഴിച്ച ശേഷം ഈ മനുഷ്യൻ ഇട്ടുകൊടുക്കുന്ന ഭക്ഷണം കഴിക്കാൻ ഒരു മടിയുമില്ലാത്ത വിധത്തിൽ വിവേചനം നിലനിന്നിരുന്ന ഒരു നാടാണ് നമ്മുടേത്. എന്നിട്ട് പറയാ, ഇന്ത്യക്ക് പണ്ട് മഹത്തരമായ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു, ശ്രേഷ്ഠകരമായ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. നിങ്ങൾ ആരെയാണ് ഈ സംസ്കാരം പഠിപ്പിക്കുന്നത്? എന്തായിരുന്നു ആ സംസ്കാരം? മനുഷ്യനെ മനുഷ്യനായി കാണാത്ത, പരസ്പരം മനുഷ്യർ തമ്മിൽ ഏറ്റുമുട്ടിയിരുന്ന, ആ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ ജീവിച്ചിരുന്ന
ഒരു സംസ്കാരമായിരുന്നില്ലേ നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്നത്? ഇനി ഞാൻ അതിന്റെ വസ്തുതകളിലേക്കും വിശദീകരണത്തിലേക്കും ഒന്ന് വരാം. സുഹൃത്തുക്കളെ, ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൂടി വരുന്നു. ഈ സായിപ്പ് ഇതൊക്കെ കണ്ട് ആകെപ്പാടെ ചിരിക്കുകയാണ്. കാരണം നമ്മുടെ ചില കോമഡികളൊക്കെ കണ്ട് അവരാദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള രീതികൾ കാണുന്നത്. ഈ 1911 സെൻസസ് ഉണ്ട്. ആ സെൻസസിൽ എഴുതി വെച്ചിട്ടുണ്ട് രണ്ടുപേർ തമ്മിൽ പാലിക്കേണ്ട അകലം. 1911 ഓർത്തുകൊള്ളണം. രണ്ടുപേർ തമ്മിൽ അവിടെ എഴുതിയിരിക്കുകയാണ്, ഒരു നമ്പൂതിരിയിൽ നിന്ന് 14 അടിയാണ് നായർ അകലം നിൽക്കേണ്ടത്. ഇനി ഒരു നമ്പൂതിരിയിൽ നിന്ന് 34 അടി അകലെയാണ് ഒരു ഈഴവൻ നിൽക്കേണ്ടത്. ഇനി ഒരു നമ്പൂതിരിയിൽ നിന്ന് ഒരു പുലയൻ നിൽക്കേണ്ടത് 64 അടി അകലെയാണ്. ഇനി നമ്പൂതിരിയിൽ നിന്ന് ഒരു പറയൻ നിൽക്കേണ്ടത് 74 അടി അകലെയാണ്. 84 അടി അകലെ വരെ പോകേണ്ട ആളുകളുണ്ട്. നായാടികൾ എന്നാണ് പറയുക. ഇത് നമ്മുടെ ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് നായാടി മുതൽ നമ്പൂതിരി വരെ. ഇതിനിടയ്ക്ക് ഈ അകലമുള്ളതൊന്നും ആർക്കും വിഷയമല്ല. നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന് പറയുമ്പോൾ ഇവർ തമ്മിൽ 84 അടി അകലം. ഈ തോതും അളവും കൊണ്ട് മനുഷ്യന് യാത്ര ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഈ ലംഘിച്ചു പോയാൽ കർശനമായ ശിക്ഷ കിട്ടുന്ന ഒരു കാലഘട്ടം. അതിനെന്ത് ചെയ്യുമെന്നറിയണ്ടേ? ഇവർ ഇതിലുമേറെ അകലം പാലിക്കും. ഇനി രണ്ടുവിധ ഉച്ചാരണ രീതികളുണ്ട്. വഴിയെ വരുന്ന ഒരു ആള് ഈഴവനാണെങ്കിൽ മറ്റുള്ളവർക്ക് അശുദ്ധി വരാതിരിക്കാൻ അദ്ദേഹം വിളിച്ചു പറയണം, തീണ്ടാൾ തീണ്ടാൾ എന്ന് വിളിച്ചു പറയണം. ഇനി ഇതേ സ്ഥലത്തുകൂടി വരുന്ന ആള് ഒരു പുലയനാണെങ്കിൽ ഓഹോയ് ഓഹോയ് എന്ന് വിളിച്ചു പറയണം. ഈ ശബ്ദം കേട്ടിട്ട് വേണം ആളിനെ തിരിച്ചറിഞ്ഞിട്ട് മറ്റേ ആളുകൾക്ക് മാറാൻ. ഇങ്ങനെ നിലനിന്നിരുന്ന ഈ വ്യവസ്ഥിതി അധികം പഴക്കമുള്ളതല്ലെന്നേ. ഒരു 100 കൊല്ലം മുമ്പ് നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന രീതികളാണിതെന്ന് നിങ്ങൾ ഓർത്തുകൊള്ളണം. ഇത്രയും പഴയ ഒരു കാലഘട്ടത്തിലേക്ക് ഒന്നുമല്ല നമ്മുടെ ശ്രദ്ധ പോകേണ്ടത്. എന്തിനാണ് ഇത്രയൊക്കെ ഞാൻ പറഞ്ഞതെന്നറിയണ്ടേ? ഈ നിലനിന്നിരുന്ന ഇത്തരത്തിലെ ആഭാസങ്ങൾ, ഇത്തരത്തിലെ വൃത്തിഹീനതകൾ, ഇതിനെതിരെ ആരാണ് സംസാരിച്ചത്? ഇതിനെതിരെ ആരാണ് ഒരു നിലപാടെടുത്തത്? ഇതിനെതിരെ വാസ്തവികമായൊരു നിലപാടെടുത്തത് സുവിശേഷം തന്നെയാണ് എന്ന് ഞങ്ങൾക്ക് കൃത്യമായി പറയാൻ സാധിക്കും. അല്ല എന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ അവരിത്തരം യോഗങ്ങൾ നടത്തി അവരുടെ ആർജവം തെളിയിക്കാനാണ് തയ്യാറാകേണ്ടത്. അവരതിന് മറുപടി പറയാനാണ് തയ്യാറെടുക്കേണ്ടത്. ഞാൻ ചില വിഷയങ്ങൾ കൂടി ഒന്ന് വിശദീകരിക്കാം. ബഹുമാന്യരെ, ഈ രാജ്യം ഇങ്ങനെ പോകുന്ന പ്രശ്നകലുഷിതമായ ഒരു അന്തരീക്ഷം, മനുഷ്യനെ മനുഷ്യനായി കാണാത്ത ഒരു ജീവിത സംസ്കാരം നിലനിന്നിരുന്ന ആ ഭൂതകാലം, അന്ന് ചില സംഭവങ്ങൾ നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിൽ നടക്കുന്നുണ്ട്. അതൊന്ന് പറയാതെ വയ്യ. അത് പറഞ്ഞെങ്കിലേ നിങ്ങൾക്ക് ഇതിന്റെ വസ്തുത പൂർണ്ണമായി പിടികിട്ടൂ. ബ്രിട്ടീഷുകാര് നമ്മുടെ രാജ്യത്തെ ക്രമേണ കീഴടക്കി. മിക്കവാറും നാട്ടുരാജ്യങ്ങളെയൊക്കെ അവരെ സമ്മർദ്ദപ്പെടുത്തി കീഴടക്കി. ഇവിടെ ഒരു കാര്യമുണ്ട്. ഈ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ കൊടുത്ത ആരാണ്? പലർക്കും ആ ചരിത്രം അറിയില്ല. ആര് കൊടുത്ത ഈ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ? ഇത് പറയുമ്പോഴും നമ്മുടെ സംഘപരിവാർ സുഹൃത്തുക്കൾക്ക് വേറൊരു തരം വ്യാഖ്യാനമാണ് വരിക. ക്രൈസ്തവരായ നമ്മളെയൊക്കെ നോക്കിയിട്ട് പറയും, നിങ്ങൾ ബ്രിട്ടീഷുകാരുടെ ആളുകളല്ലേ, നിങ്ങൾ സായിപ്പിന്റെ ആളുകളല്ലേ. വാസ്തവത്തിൽ സായിപ്പിനോട് ഇത്രയും ഒട്ടി നിന്ന വേറൊരു സമൂഹമില്ല. ഇവർ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഇവരേതെങ്കിലും കാലഘട്ടത്തിൽ സായിപ്പിനെതിരെ സ്ട്രോങ് ആയൊരു നിലപാടെടുത്ത ഒരു ചരിത്രമെങ്കിലും വിസ്തരിക്കാൻ പറ്റുമെങ്കിൽ പറ. എവിടെയാണ് നിങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ നിലപാടെടുത്ത? ചില നിലപാടുകൾ ഞാൻ പറയാം. എനിക്കറിവും ബോധ്യവുമുള്ള ചില നിലപാടുകളിലേക്കും കാര്യങ്ങളിലേക്കും ഞാൻ വരിക. എന്താണെന്ന് വെച്ചാൽ, ബ്രിട്ടീഷുകാര് 1857 വരെയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ ഭരിക്കുന്നത്. 1857 വരെ. ആ കാലം ഓർത്തിരിക്കണം. 1857 വരെ ഇന്ത്യ നന്നായി കൊള്ളയടിക്കാൻ ബ്രിട്ടീഷുകാർക്ക് കൂട്ടുനിന്ന ആളുകളായിരുന്നു അക്കാലഘട്ടത്തിലെ ചിപ്പവൻ ബ്രാഹ്മണന്മാര്. അവര് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു. അപ്പൊ അവരൊരു കാര്യം മുമ്പോട്ട് വെച്ചിരുന്നു, ഞങ്ങളുടെ ആചാരങ്ങളിലോ ഞങ്ങളുടെ അനുഷ്ഠാനങ്ങളിലോ ഒന്നും നിങ്ങൾ തൊടാൻ പാടില്ല. അവർക്കും അത് താല്പര്യം. കാരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നത് കച്ചവടത്തിനാണ്. നമ്മളിവിടെ വന്ന നമ്മുടെ പരിഷ്കാരം ഒന്നും ഇവിടെ ഏൽപ്പിക്കേണ്ട, നമുക്ക് നമ്മുടെ കാര്യം നോക്കി കൊള്ളയടിച്ച് തേക്കുംതടിയും ഈ രാജ്യത്ത് നിന്ന് കിട്ടുന്ന കുരുമുളകും മറ്റുൽപ്പന്നങ്ങളും ഒക്കെ സ്വീകരിച്ചങ്ങ് പോകാം. ഇതാണ് അവർ ധരിച്ചിരുന്നത്. അങ്ങനെയാണ് അവർ ശ്രദ്ധിച്ചിരുന്നത്. എന്നാൽ ഇതിനകത്തേക്ക് വന്ന ചില മനുഷ്യസ്നേഹികളുണ്ടായിരുന്നു അവർക്കിടയിൽ. ആ മനുഷ്യസ്നേഹികളായ ആളുകൾ നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് ചില രീതികൾ കണ്ടു. അതിലൊന്ന് പെൺകുട്ടികളുടെ വിവാഹമാണ്. അവരുടെ വിവാഹപ്രായം 8 വയസ്സാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 8 വയസ്സുള്ള ഒരു കുട്ടിയെ 30-40 വയസ്സുള്ള ഒരു പുരുഷന് വിവാഹം കഴിക്കാം. വിവാഹം കഴിക്കാമെന്ന് മാത്രമല്ല, ഇനി 85 വയസ്സുള്ള പുരുഷനും 90 വയസ്സുള്ള പുരുഷനും വിവാഹം കഴിക്കാം. 1-ാം വേളി, 2-ാം വേളി, 3-ാം വേളി എന്നൊക്കെ പറഞ്ഞ് കഴിക്കുമെന്ന് മാത്രമല്ല, ഈ 8 വയസ്സുകാരിയോട് ഈ വിവാഹം കഴിഞ്ഞ ദിവസം മുതൽ 16 ദിവസത്തിനുള്ളിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണം. അലിഖിതമായൊരു നിയമമാണ്. നോക്കണം, ഒരു പിഞ്ചോമനയാണിതെന്ന് നിങ്ങൾ ഓർത്തുകൊള്ളണം. ആ അവസ്ഥ വിവരിക്കാൻ പോലും കഴിയാത്ത ഭയാനകമാണ്. ഇതാണ് ഒരു പരിതസ്ഥിതി. ഇത് കണ്ടിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അന്നത്തെ ഈ നാടൊക്കെ ഭരിച്ചിരുന്ന ആളുകൾക്ക് തോന്നി, ഇതൊരു കഷ്ടമാണല്ലോ. അവര് ഈ വിവാഹപ്രായം 8 എന്നുള്ളത് 10 ആക്കി. 10.
അത് തന്നെ വിപ്ലവാത്മകമായൊരു മാറ്റമാണ്. അത് നിലനിൽക്കുന്ന ഘട്ടത്തിൽ അനധികൃതമായ ഒരു മനുഷ്യൻ ഇന്ത്യയിലേക്ക് വന്നു, ഇംഗ്ലണ്ടിൽ നിന്ന്. അനധികൃതമായി എന്ന് വെച്ചാൽ വിസ ഇല്ലാതെ വന്നു. അന്നും വിസയൊക്കെ ഉണ്ട്. ഈ വിസ ഇല്ലാതെ എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് വരാൻ സാധിച്ചത് എന്ന് ഞാൻ പറയാം. ആളിന്റെ പേര് നിങ്ങൾ അറിയും. 1993 ഇന്ത്യ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. ഡോക്ടർ ശങ്കർദയാൽ ശർമ്മ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരിക്കെ അദ്ദേഹത്തിന്റെ പേരാണ് മഹാനായ വില്യം ഗേരി. ഈ വില്യം ഗേരിക്ക് വിസ കൊടുക്കാതെ അദ്ദേഹത്തിന്റെ കപ്പല് 3 മാസം ഈ കടലിലൂടെ അലഞ്ഞു. അദ്ദേഹത്തിന് തിരിച്ചു പോകേണ്ടി വന്നു. ഇംഗ്ലണ്ടിലെ കെറ്ററിംഗ് എന്ന സ്ഥലത്ത് ജീവിച്ചിരുന്ന വില്യം ഗേരി തന്റെ സ്വത്തും വസ്തുക്കളും ഒക്കെ വിറ്റ് തന്റെ മകന്റെ കൈപിടിച്ചു വന്നത് ആദ്യഘട്ടം. അദ്ദേഹത്തിന് ഇന്ത്യയിൽ കപ്പലിറങ്ങാൻ സാധിച്ചില്ല. വീണ്ടും തിരിച്ചുപോയി. 2ാം ഘട്ടം ഡച്ചുകാർക്ക് ആധിപത്യമുള്ള ചില സ്ഥലങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഡച്ചുകാർ പൂർണ്ണമായും വിട്ടുപോയിരുന്നില്ല. ഡച്ചുകാർക്ക് ആധിപത്യമുള്ള സ്ഥലത്തേക്ക് അദ്ദേഹം വരിക. 2ാം ഘട്ടം അദ്ദേഹം വന്നു, കലാലയം ആരംഭിച്ചു. അദ്ദേഹം ആരംഭിച്ച സ്ഥാപനമാണ് മഹത്തായ ഇന്ന് സെനറ്റ് ഓഫ് ഷെറാംപൂർ കോളേജ് എന്നറിയപ്പെടുന്ന ആ ബംഗാളിലെ സ്ഥാപനം. അപ്പോൾ ഇവിടെ വന്നു അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ ആരംഭിച്ചു. പരിഭാഷകളിൽ ഏർപ്പെട്ടു, ഗഹനമായി കാര്യങ്ങൾ പഠിച്ചു, ഇന്ത്യയുടെ ചരിത്രം പഠിച്ചു. എന്തിന് രാമായണം പോലും ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് സാക്ഷാൽ വില്യം ഗേരിയാണ്. ഏതാണ്ട് 6 ഭാഷകളിൽ സമ്പൂർണ്ണ ബൈബിൾ പരിഭാഷപ്പെടുത്തി. 28 ഭാഷകളിൽ പുതിയ നിയമം പരിഭാഷപ്പെടുത്തി. അങ്ങനെ വില്യം ഗേരി ഇന്ത്യയിലും അങ്ങ് ഇംഗ്ലണ്ടിലും പ്രസിദ്ധനായി. അങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹവും ഒരു കാഴ്ച കാണുകയാണ്. അതെന്താണെന്ന് അറിയണ്ടേ? നമ്മുടെ നാട്ടിൽ 8ഉം 10ഉം വയസ്സുള്ള പിഞ്ചോമനകൾ അവരുടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ചിതയിൽ ചാടി മരിക്കണം എന്ന് വെച്ചാൽ അതൊരല്പം ആലങ്കാരികമായി തന്നെ പറയാനുണ്ട്. നമ്മൾ ഈ വിധവ എന്നൊക്കെ പറയുമ്പോൾ ആളുകളുടെ മനസ്സിൽ 50ഓ 60ഓ ഒക്കെ വയസ്സുള്ള ഒരു അമ്മയാണ് ഓർമ്മ വരുന്നതെങ്കിൽ അന്നത്തെ വിധവയുടെ പ്രായം 8ഉം 9ഉം 10ഉം വയസ്സാ. കാരണം ഈ കുട്ടിയെ കെട്ടി ഏതാനും ദിവസം ചിലപ്പോൾ പ്രായാധിക്യം കൊണ്ട് ഈ കാരണവര് മരിച്ചു പോകും. ഇങ്ങനത്തെ പരിസ്ഥിതി നിലനിന്നിരുന്നു. 90ഉം 95ഉം വയസ്സുള്ള വൃദ്ധൻ 8ഓ 10ഓ 16ഓ വയസ്സുള്ള ഈ പെൺകുട്ടിയെ ഒറ്റയ്ക്കാക്കി മരിക്കും. അപ്പോൾ ആളുകൾ പറഞ്ഞു വന്നത് ഇത്തരം പെൺകുട്ടികൾ രജപുത്ര കുലത്തിലും ഒക്കെ ജനിച്ചവരായതുകൊണ്ട് അവരെ വന്ന് മുസ്ലിങ്ങൾ തട്ടിക്കൊണ്ടു പോകാതിരിക്കാൻ ഒറ്റ വഴിയുള്ളൂ. നോക്കണേ, അന്ന് നിലനിന്നിരുന്ന മുഗളന്മാരുടായ ആളുകൾക്കിടയിൽ നിന്ന് ഒക്കെ വരുന്ന ആളുകൾ തട്ടിക്കൊണ്ടുപോകും. തട്ടിക്കൊണ്ടുപോയി ഭാര്യമാരാക്കാതിരിക്കാൻ ഒരു വഴിയുള്ളൂ, ഭർത്താവിന്റെ ചിതയിലേക്ക് അവരെ ഇട്ട് കൊല്ലുക. അതിന് ആത്മാഭിമാനം എന്നൊക്കെയാണ് അവർ പേര് പറഞ്ഞുകൊണ്ട് ഇന്നും ആഹ്ലാദിക്കാറുണ്ട്. പക്ഷെ ഇത് കണ്ട വില്യം ഗേരിക്ക് വലിയ വിഷമം തോന്നി. അദ്ദേഹം വളരെ ദുഃഖിതനായി. അദ്ദേഹം ഇംഗ്ലണ്ടിൽ രാജ്ഞിക്ക് കത്തെഴുതി. ഇവിടെ ഇങ്ങനൊരു പ്രവണത നിലനിൽക്കുന്നു. വല്ലാത്തൊരു വേദന അദ്ദേഹത്തെ ഭരിച്ചു. നിരന്തരം കത്തയച്ചപ്പോൾ അവിടുന്ന് ഒരു കമ്മീഷനെ നിയമിച്ചു. ഇന്ത്യയിൽ നടക്കുന്ന സതി എന്ന് പറയുന്ന ഈ ദുരാചാരം നിരോധിക്കേണ്ടതാണോ അല്ലയോ? പക്ഷെ ഇവിടുന്ന് കിട്ടിയ റിപ്പോർട്ട് മോശമായിരുന്നു. അതിന്റെ ഭീകരത ഒക്കെ വരച്ചു കാട്ടിയെങ്കിലും ഇത് നമ്മൾ ഇവരുടെ സംസ്കാരത്തെ തൊട്ടുപോയാൽ അത് നമ്മുടെ കച്ചവടത്തെ ബാധിക്കും. നമുക്ക് കച്ചവടമാണ് പ്രധാനം, അതുകൊണ്ട് മറ്റൊന്നും ശ്രദ്ധിക്കണ്ട. പക്ഷേ വില്യം ഗേരി കത്തുകൾ അയച്ചു, നിരന്തരം കത്തുകൾ അയച്ചു. വില്യം ഗേരി എന്ന ആ വിദേശ മിഷണറിക്ക് സഹായിയായിട്ട് അദ്ദേഹത്തിന്റെ ചിന്തകളോട് ചേർന്ന് നിൽക്കുന്ന രാജാറാം മോഹൻ റോയ് എന്ന തദ്ദേശീയനായ ഇന്ത്യക്കാരനും രംഗത്ത് വന്നു. ഇതുപോലെ നിരവധി ആളുകൾ അന്ന് പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കി, ആശയപരമായ യുദ്ധമുണ്ടാക്കി മുമ്പോട്ട് വന്നെങ്കിലും ഏകദേശം 10 കൊല്ലം കഴിഞ്ഞപ്പോൾ 1829 ഇന്ത്യ മഹാരാജ്യത്തിൽ നിന്ന് ശാശ്വതമായി സതി നിർത്തലാക്കിക്കൊണ്ട് ബെന്റിംഗ് പ്രഭുവിന്റെ ഉത്തരവ് പുറപ്പെട്ടു വന്നു. അങ്ങനെ ഇന്ത്യയിൽ 1829 സതി നിർത്തലാക്കിയപ്പോൾ എന്ത് സംഭവിച്ചു എന്നറിയണ്ടേ? 75,000 സ്ത്രീകൾ പൂനെയുടെ തെരുവീതിയിലൂടെ ജാഥ നയിച്ചുകൊണ്ട് സതി മടക്കി കിട്ടണം, സതി മടക്കി കിട്ടണം, ഈ ആചാരം ഞങ്ങൾക്ക് സന്തോഷമാണ് എന്ന് പുലമ്പിക്കൊണ്ട് നിലകൊള്ളുന്ന ഒരു പരിസ്ഥിതി സംജാതമായി. ആ രാജ്യമാണ് നമ്മുടെ ഇതെന്ന് ഓർത്തുകൊള്ളണം. എന്നാൽ സതി നിരോധിച്ചതാണ്. ഒറ്റപ്പെട്ട രൂപ് കൻവാറിനെ പോലെയുള്ള ചില ആളുകളെ കഴിഞ്ഞ 2 പതിറ്റാണ്ടുകൾക്കപ്പുറത്തൊക്കെ ഇങ്ങനെ കൊന്ന ചരിത്രം പത്രങ്ങൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സതി അനുഷ്ഠിക്കുകയോ സതിക്ക് പ്രേരിപ്പിക്കുകയോ സതിക്ക് അനുകൂലമായി സംസാരിക്കുകയോ ചെയ്താൽ ക്രിമിനൽ കുറ്റം ചുമത്തുമെന്ന് ബെന്റിംഗ് പ്രഭു കേട്ട ഉത്തരവ് അങ്ങനെ അധികമാർക്കും മാറ്റാൻ കഴിഞ്ഞില്ല. ഇത് നിലനിൽക്കുക 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഒന്ന്, പെൺകുട്ടികളുടെ വിവാഹപ്രായം 8 നിന്ന് 10 ആക്കി. 2, സതിയുടെ നിരോധനം ഇന്ത്യയിൽ കൊണ്ടുവന്നു. 3ാമതാണ് മറ്റൊരു നിയമം കൂടി കൊണ്ടുവന്നു, വിധവമാർക്ക് പുനർവിവാഹമാകാം. പക്ഷെ അതുവരെ നിലനിന്നിരുന്ന സ്ഥിതി എന്താ? ഒരു വിധവ
അവളുടെ കുറ്റം നിമിത്തം ഈ ഭർത്താവ് മരിച്ചു എന്ന് ചിന്തിച്ചുകൊണ്ട് ആജീവനാന്തം അങ്ങനെ കഴിഞ്ഞുകൊള്ളണം, പരിരക്ഷ കിട്ടാതെ കഴിഞ്ഞുകൊള്ളണം. ആ സ്ഥിതിക്കൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് ഇങ്ങനെ വിധവമാരെയും പുനരധിവസിപ്പിക്കണം, അവർക്ക് വിവാഹം കഴിക്കാം എന്നൊരു ചിന്ത വന്നു. ഇതിനെ സഹായിയായി വർത്തിച്ചതും ഒരു ക്രൈസ്തവ വനിതയായിരുന്നു. ആ ക്രൈസ്തവ വനിതയുടെ പേര് നിങ്ങൾ അറിയും, പണ്ഡിത രമാബായി സരസ്വതി. പേരുകൊണ്ട് നിങ്ങൾക്ക് തോന്നും അവർ ക്രൈസ്തവ വനിതയല്ല. അതിൽ കുറെ ശരിയുണ്ട്. കാരണം അവരൊരു ചിത്പവൻ ബ്രാഹ്മണ കുലത്തിൽപ്പെട്ട കർണാടക സ്വദേശിയായ ഒരു സഹോദരിയായിരുന്നു. കർണാടക മഹാരാഷ്ട്ര ബോർഡറിൽ ജീവിച്ചിരുന്ന ഒരു ചിത്പവൻ ബ്രാഹ്മണ യുവതി. ബ്രാഹ്മണ സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന ജാതിയാണ് ഈ ചിത്പവൻ എന്ന് പറയുക. ഗാന്ധിജിയെ വെടിവെച്ചു കൊന്ന ഗോഡ്സെ ഒരു ചിത്പവൻ ബ്രാഹ്മണനായിരുന്നു. അപ്പോൾ ഈ കുലത്തിൽപ്പെട്ട ഈ സ്ത്രീ യാദൃച്ഛികമായി ഒരു പ്രാർത്ഥന തന്റെ ഏകാന്തമായ നിമിഷത്തിൽ പ്രാർത്ഥന നടത്തുമ്പോൾ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഒരു സന്ദർഭം സംജാതമായി. അതിന്റെ കാരണം ഈ പ്രിയപ്പെട്ടവര് കുടുംബമായി തന്റെ അപ്പനോടും അമ്മയോടും ഒപ്പം യാത്ര ചെയ്തു പോവുകയാ. ഈ യാത്രാമധ്യേ ദാരുണമായ സംഭവങ്ങൾ ഉണ്ടായി. അപ്പൻ പട്ടിണി ആധിക്യം കൊണ്ട് മരിക്കുക, കഠിനമായ പട്ടിണി ബാധിച്ചു. പട്ടിണി ബാധിച്ചത് ആഹാരമില്ലഞ്ഞിട്ടല്ല, ചിത്പവൻ ബ്രാഹ്മണന്മാർക്ക് മറ്റു ബ്രാഹ്മണരുടെ ഭക്ഷണം പോലും കഴിക്കാൻ വയ്യ, കടകമ്പോളങ്ങളിലെ ഭക്ഷണം കഴിക്കാൻ വയ്യ. ഇങ്ങനെ യോഗാധിക്യം കൊണ്ട് വീർപ്പുമുട്ടി മരിക്കുന്ന വേളയിൽ ഈ പെൺകുട്ടിക്ക് ഒരു കുളത്തിൽ, ഒരു തീർത്ഥത്തിൽ മുങ്ങി എഴുന്നേൽക്കുമ്പോൾ കിട്ടിയ ഒരു വിഗ്രഹം കയ്യിലുണ്ടായിരുന്നു. അവളെ അന്നു മുതൽ ഒരു ദിവ്യ സ്ത്രീ ആയിട്ട് ആളുകൾ കണ്ടു. അവൾ പ്രാർത്ഥിക്കുമ്പോൾ രോഗസൗഖ്യം വരുമെന്നും അവളുടെ പ്രാർത്ഥനയ്ക്കും ജൽപ്പനങ്ങൾക്കും ഒരു പവിത്രതയുണ്ടെന്നും കണ്ട് ആളുകൾ ബഹുമാനിച്ചു. പക്ഷെ പണ്ഡിത രമാബായി ഒരു കാര്യം ചിന്തിച്ചു, എന്റെ പക്കൽ ഇത്തരത്തിൽ ഒരു ശില്പം കിട്ടി, പക്ഷേ എന്റെ അപ്പൻ ദാരുണമായി ഇതാ വഴിവക്കത്ത് മരിച്ചു. 100 കഷ്ടതകൾ എന്റെ അമ്മ അനുഭവിച്ചു. ഞാൻ ദുഃഖിതയാണ്, എന്റെ ദുഃഖമകറ്റാൻ ഈ ശിലയ്ക്ക് ശേഷിയില്ല, അതുകൊണ്ട് ഞാനിതിനെ ഉപേക്ഷിക്കുന്നു പറഞ്ഞ് അവളതെടുത്ത് ദൂരെ വലിച്ചെറിഞ്ഞിട്ട് ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ എനിക്ക് ആ ദൈവ സാന്നിധ്യം വേണമെന്ന് യാതൊരു സുവിശേഷകന്റെയും സാന്നിധ്യമില്ലാതെ അനീസ് ചെങ്ങന്നൂർ ആമുഖം പറഞ്ഞതുപോലെ ഇരുന്ന് പ്രാർത്ഥിച്ച വേളയിൽ അവരുടെ ശിരാനരമ്പുകളെ ഉത്ഭൂതിതമാക്കിക്കൊണ്ട് പ്രചോദിതമാക്കിക്കൊണ്ട് യേശുവിന്റെ ചൈതന്യം അവളിൽ വ്യാപരിച്ചു. ഇത് അനുഭവമാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെയാണ് ആളുകൾ മുമ്പോട്ട് വരിക, വിശ്വാസം സ്വീകരിച്ചു വരിക. ആ സ്ത്രീ പിൽക്കാലത്ത് ഒരു സുവിശേഷകയെ പരിചയപ്പെട്ടു. അവരങ്ങകലെ ഈ പെൺകുട്ടിയെ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ കൊണ്ടുപോയി. സംസ്കൃത ഭാഷയിൽ അവഗാഹമുള്ള പണ്ഡിതയായിരുന്നു അവര്. അതുകൊണ്ട് ആ പേരിനൊപ്പം പണ്ഡിറ്റ് എന്ന ബിരുദമുള്ളത്. പണ്ഡിറ്റ് ബിരുദമുള്ള ഈ പെൺകുട്ടി അമേരിക്കയിൽ ചെന്നപ്പോൾ ആളുകളെ കണ്ടു. മത്സ്യം കഴിക്കുന്ന, മാംസം കഴിക്കുന്ന, മാന്യമായി വസ്ത്രം ധരിക്കുന്ന, പൊതുനിരത്തുള്ള നടക്കുന്ന സന്തോഷചിത്തരായ ആളുകളെ കണ്ടപ്പോൾ പിടികിട്ടി, ഇന്ത്യയിൽ പോഷകാഹാരക്കുറവ് കൊണ്ട് ആളുകൾ മരിക്കുന്നു, മാംസം കഴിക്കാതെ മരിക്കുന്നു, മത്സ്യം കഴിക്കാതെ മരിക്കുന്നു. ആളുകൾ വിധവമാരെ കണ്ടു, അവർ പുനർവിവാഹം കഴിക്കുന്നു. ഇവിടുത്തെ സ്ഥിതിയെല്ലാം കണ്ട് അവർക്ക് വേണമെങ്കിൽ അമേരിക്കയിൽ തന്നെ തുടരാം, പക്ഷേ താൻ പഠിച്ചതും ഗ്രഹിച്ചതും ഇന്ത്യ മഹാരാജ്യത്തും കൊണ്ടുചെല്ലണം. അങ്ങനെ നാട്ടിലേക്ക് വന്ന് പൂനെയിൽ ഒരു സ്ഥാപനം ആരംഭിച്ചു. ആ സ്ഥാപനം ഇന്നും നിലകൊള്ളുന്നുണ്ട്. ഞാൻ മാസങ്ങൾക്കപ്പുറത്ത് അവിടെ പ്രസംഗിക്കാനായിട്ട് പോയിട്ടുണ്ട്. ആ സ്ഥാപനത്തിന് ഏതാണ്ട് 300-ലധികം ഏക്കറുകൾ അക്കാലഘട്ടത്തിൽ രാജാവ് സൗജന്യം കൊടുത്തു. ആ സ്ഥലത്ത് അവർ കെട്ടിപ്പോക്കിയ ആ സ്ഥാപനത്തിലുണ്ടല്ലോ, ഒരു ഘട്ടത്തിൽ 3500ഓളം സ്ത്രീകൾ, അന്തേവാസികൾ, പെരുവഴിയിൽ കിടക്കുന്ന യാചകര്, കണ്ണു കാണാത്തവര്, കൈ നഷ്ടപ്പെട്ടവര്, സമൂഹത്തിന്റെ പരിച്ഛേദമായി എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ദലിതര്, ആദിവാസികള്, യാദവര്, ബ്രാഹ്മണര്, അതുപോലെ വിധവമാരെ ഒക്കെ അവരെടുത്ത് പരിരക്ഷിച്ചു. ഈ കൂടെയാണ് ഒരു നിയമം കൂടി ഉണ്ടാകുന്നു, വിധവ പുനർവിവാഹം. ഈ 3 കാര്യങ്ങളായപ്പോൾ ഇവിടെയുള്ള ആളുകൾക്ക് പ്രയാസമായി, വല്ലാത്ത പ്രയാസം. എന്താണെന്നറിയണ്ടേ പ്രയാസത്തിന്റെ കാരണം? ഞങ്ങൾ ഇതുവരെ ശീലിച്ചു പോന്നിരുന്ന ചില ആചാരങ്ങളെ ഇതാ സായിപ്പ് വന്ന് നശിപ്പിക്കുന്നു. അങ്ങനെ സായിപ്പിനെതിരെ ആദ്യമായിട്ട് ഈ രാജ്യത്ത് നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ഒരു വിപരീത ബോധം, സായിപ്പിന്റെ വിടണം എന്ന ബോധം രൂപപ്പെട്ടത് ഈ 3 കാരണങ്ങളാലാണ്. അതുവരെ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം ഇന്ത്യ പോലൊരു രാജ്യത്തിലേക്ക് കടത്തിവിട്ടത് ഒരു കമ്പനിയാണ്. ഞാൻ ലണ്ടനിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഓഫീസ് കണ്ടിട്ട് വളരെ ചിരിച്ചു. ഓഫീസ് ഇരുന്ന സ്ഥലം കണ്ടിട്ട് മണിക്കൂറുകളോളം ചിരിച്ചു. എന്താണ് കാരണം എന്നറിയണ്ടേ? മഹത്തായ ആർഷഭാരതത്തിന്റെ 5000 ആണ്ടുകൾ പാരമ്പര്യമുണ്ടെന്ന് പറയുന്ന സ്ഥലത്തെ ബ്രിട്ടീഷുകാരൻ രൂപീകരിച്ച ഒരു കമ്പനി, ഗോദ്രേജ് പോലെ, ടാറ്റ പോലെ, അതുമല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും കമ്പനി രജിസ്റ്റർ ചെയ്യുമല്ലോ, നമ്മുടെ കിറ്റക്സ് പോലൊരു കമ്പനി, ഇത്തരം ഒരു കമ്പനി മഹത്തായ ആർഷഭാരതത്തെ 200 കൊല്ലങ്ങൾ അടിമയാക്കി കോളനിയാക്കി വെച്ചു എന്ന് പറയുമ്പോൾ ആരുടെ കഴിവുകേടാണെന്ന് നിങ്ങൾ ഓർത്താൽ മതി. ഈ രാജ്യം ഭരിച്ച രാജാക്കന്മാര് ഇവരെ സ്വീകരിച്ചുകൊണ്ട് അവർ കൊടുത്ത പൊന്നിനു വേണ്ടി കുരുമുളകും സുഗന്ധവ്യഞ്ജനങ്ങളും ഒക്കെ അങ്ങോട്ട് കയറ്റുമതി ചെയ്തുകൊണ്ട് സ്വയം സമ്പന്നരാകാൻ വേണ്ടി ചെയ്തെടുത്ത പണിയാ. ഇന്ത്യക്കാരെ നന്നാക്കാൻ ഒരു രാജാവ് നിലകൊണ്ട ചരിത്രമില്ലെന്നേ. അങ്ങനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി
1857 വരെ ഇങ്ങനെ ഭരണം നടത്തുക. അന്ന് മുതൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് വെറുപ്പായി. ഇവരൊന്ന് പോയാൽ കൊള്ളാം, ഇവര് പോയേ പറ്റൂ. എന്നിട്ട് നമ്മൾ കേൾക്കുന്ന പ്രസിദ്ധമായൊരു സ്ലോഗൻ ഉണ്ട്, കുട്ടികളൊക്കെ പഠിക്കും. ഫ്രീഡം ഈസ് മൈ ബർത്ത് ആൻഡ് ഐ വിൽ ഹാവ് ഇറ്റ്. ആര് പറഞ്ഞാണ്? സാക്ഷാൽ ലോകമാന്യ ബാലഗംഗാധര തിലകൻ. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. നമുക്കൊക്കെ ഒരു കാലഘട്ടത്തിൽ അഭിമാനപുളകരായി നമ്മളൊക്കെ പറഞ്ഞൊരു കാര്യ, ഓ തിലകൻ സാർ ഇങ്ങനൊക്കെ പറഞ്ഞു, ഭയങ്കര സംഭവമാണല്ലോ. പക്ഷെ തിലകൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്നറിയണ്ടേ? അന്ന് തിലകൻ നടത്തി വന്ന കേസരി എന്നൊരു പത്രമുണ്ട്. ആ കേസരി മാസിക തിലകൻ എഴുതി, പെൺകുട്ടികളുടെ വിവാഹപ്രായം മാറ്റാൻ സായിപ്പ് ശ്രമിക്കണ്ട, പുനർവിവാഹം നടത്താൻ സായിപ്പ് ശ്രമിക്കണ്ട, സതി നിരോധിക്കാൻ സായിപ്പ് ശ്രമിക്കണ്ട. എന്റെ കാരണം എന്താണെന്നറിയണ്ടേ? ഇന്ത്യക്കാരായി ഞങ്ങൾക്കറിയാം എങ്ങനെ പോണമെന്ന്. ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിലും ഞങ്ങളുടെ അവകാശത്തിലും കൈകടത്താൻ നിങ്ങൾക്ക് അധികാരമില്ല. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. എന്തിനുള്ള സ്വാതന്ത്ര്യം? സതി നടപ്പിലാക്കാൻ, 9 വയസ്സുകാരി പെണ്ണിനെ കല്യാണം കഴിക്കാൻ, വിധവമാരുടെ പുനർവിവാഹം നിരോധിക്കാനുള്ള എന്റെ അവകാശത്തെ സായിപ്പ് ചോദ്യം ചെയ്യേണ്ടെന്ന്. മനസ്സിലായിട്ടുണ്ടോ? അന്ന് ബാലഗംഗാധര തിലകന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കൂടിയ ഒരാളാണ് ബിപിൻ ചന്ദ്രപാല്. നമ്മളറിയുന്ന മദൻ മോഹൻ മാളവ്യ. ഈ മാളവ്യൊക്കെ അന്ന് എഴുതിവിട്ട ഒട്ടേറെ വിഡിത്തങ്ങളുണ്ട് പത്രങ്ങളിൽ. അവരുടെ കൃതികൾ എഴുതി വെച്ച ബംഗാൾ ഉവാസിയൊക്കെ വായിച്ചാൽ മതി. അതിൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എന്തെല്ലാം കാര്യങ്ങൾ ഇങ്ങനെ എഴുതിവിട്ടു. അന്നു മുതൽ അവർ നടപ്പിലാക്കിയ ചില കലാപങ്ങളുണ്ട്. ആ കലാപങ്ങളെയാ നിങ്ങളും ഞാനും ഒക്കെ പഠിക്കുന്നത്. മഹത്തായ സ്വാതന്ത്ര്യ സമരം, മഹത്തായ സ്വാതന്ത്ര്യ സമരം. എന്തിനുള്ള സ്വാതന്ത്ര്യ? ഇനി ഞാൻ മറ്റൊന്നും കൂടി പറയാം. 1857 കഴിയുമ്പോൾ മഹത്തായ വിപ്ലവമൊക്കെ കഴിഞ്ഞപ്പോൾ സായിപ്പ് ശിവായി ലഹള എന്നും പേരിട്ടു. ഇതങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഒരു സംഭവം ഉണ്ടായി. അതെന്താണെന്ന് അറിയണ്ടേ? ഈ ഇന്ത്യൻ പാർലമെന്റിന് ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവർ നിർത്തിയിട്ട് ഇന്ത്യയുടെ മുഴുവൻ അധികാരം പാർലമെന്റിനെ ഏൽപ്പിച്ചു, ബ്രിട്ടീഷ് പാർലമെന്റിനെ ഏൽപ്പിച്ചു. അങ്ങനെ ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യ ഭരിച്ചു. ഈ 2 ഘട്ടം ആളുകൾ അറിയാതെയാണ് പലപ്പോഴും ചരിത്രം വ്യാഖ്യാനിക്കുക. അപ്പൊ ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യ ഭരിക്കുമ്പോഴേക്ക് അവര് ഒരു ഇന്ത്യ സെക്രട്ടറിയെ നമുക്ക് നിയമിച്ചു, ഗവർണർമാരെയൊക്കെ നിയമിച്ചു, വൈസ്രോയിമാരുടെ ഭരണം ശക്തമാക്കി. എന്നിട്ട് ചില ക്രമീകരണങ്ങൾ ഈ രാജ്യത്ത് ചെയ്തു. ഇതിനിടയിൽ നമ്മൾ അറിയുന്ന 2-3 കാര്യങ്ങളുണ്ട്. മിൻഡോ മോർലി ഭരണപരിഷ്കാരമൊന്നും, ചെംസ്ഫോർഡ് മൊണ്ടേഗു ഭരണപരിഷ്കാരം എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ പഠിച്ചിട്ടുണ്ട്. അത് ഇന്ത്യ എങ്ങനെ ഭരിക്കണം, ഈ രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രം എന്താ, ഇവിടുത്തെ കാര്യാദികൾ എങ്ങനെയാണ് പോകുന്നത്, ഇത് പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ 1901 അവരൊരു സെൻസസ് എടുത്തു. 1901 സെൻസസ് എടുത്ത ശേഷം 1911 ആ സെൻസസ് എടുക്കുന്ന ഘട്ടത്തിൽ ഒരു കാര്യം വന്നു. ഇന്ത്യക്കാർക്ക് ഈ എല്ലാവർക്കും തുല്യതയില്ല, സമത്വമില്ല, സാഹോദര്യമില്ല. ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം വരാൻ എന്താണ് കാരണം? അന്നാണ് മനസ്സിലാക്കുന്നത് ഈ രൂഢമൂലമായി നമുക്കിടയിൽ വളർന്നു കിടക്കുന്ന ജാതിബോധം, ബ്രാഹ്മണാധിപത്യം. അവരെണ്ണത്തിൽ ചുരുക്കമാണ്, പക്ഷെ ഇന്ത്യയെ അവരേതെങ്കിലും വിധത്തിൽ ഭരണത്തെ കൈയാളുന്നു, ഭരണത്തെ കൺട്രോൾ ചെയ്യുന്നു. ഈ സ്ഥിതി പഠിച്ചു വന്നപ്പോൾ ഈ ജാതികളുടെ ഒരു കണക്കെടുക്കാൻ തീരുമാനിച്ചു. 10 കൊല്ലം കഴിഞ്ഞാണ് അടുത്ത സെൻസസ്. 1911 ഒരു സെൻസസ് നടക്കുക. ആ സെൻസസിൽ ജാതി തിരിച്ചുള്ള ഒരു കണക്ക് തന്നെ എടുത്ത് എത്ര മുസ്ലിങ്ങളുണ്ട് കണക്ക് കൃത്യം കിട്ടി. ഏകദേശമൊക്കെ ഇത്തരം കണക്കുകൾ കിട്ടത്തുള്ളൂ. കണക്ക് കിട്ടി. ഏതാണ്ടൊക്കെ യാഥാർത്ഥ്യത്തോട് നീതി പുലർത്തുന്ന ക്രൈസ്തവർ എത്രയുണ്ട് ആ കണക്കും കിട്ടി. ഇപ്പൊ 2 കണക്കുകൾ നിങ്ങൾക്ക് കിട്ടി. പക്ഷെ നമ്മുടെ രാജ്യത്തിലെ ഹിന്ദുക്കളുടെ കണക്കെടുക്കുമ്പോൾ ആ കണക്ക് കിട്ടുന്നില്ല. അതിന്റെ കാരണം ആരാണൊരു ഹിന്ദു എന്ന് വ്യാഖ്യാനിക്കാൻ പറ്റുന്നില്ല. ഋഗ്വേദത്തിലെ പുരുഷ സൂക്തവും മനുസ്മൃതിയുടെ 5ഉം 10ഉം അധ്യായങ്ങളും ഒക്കെ വച്ച് പഠിച്ചാൽ 4 തരം ആളുകളെ നിങ്ങൾക്ക് ഹിന്ദുക്കളാക്കാൻ പറ്റൂ: ബ്രാഹ്മൺ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. അപ്പൊ ബാക്കി ആളുകൾ എന്ത് ചെയ്യും? അവരെ എവിടെ കൊണ്ട് അക്കമഡേറ്റ് ചെയ്യും? ഈ സമയത്ത് ചില ആഭ്യന്തര കലാപങ്ങൾ, ചില ചിന്തകൾ നമ്മുടെ നാട്ടിൽ പൊട്ടിപ്പുറപ്പെടുകയാണ്. ആ ചിന്തകളിൽ ഏറ്റവും ശ്രദ്ധേയം ഇന്ത്യ കണ്ട എക്കാലഘട്ടത്തിലെയും മഹാരഥന്മാരിൽ ഒരുവനായ ശ്രീ നാരായണ ഗുരുസ്വാമികളുടേതാണ്. അദ്ദേഹം ആര്യവേദത്തിനും ബ്രാഹ്മണിസത്തിന്റെയും അവർ പുലർത്തി വന്നിരുന്ന വിവേചനത്തിന്റെയും കടക്കൽ കത്തിവെച്ചുകൊണ്ട് ഏകോദര സാഹോദര്യത്തിന്റെ ചിന്ത പുറപ്പെടുവിച്ചു. അദ്ദേഹത്തിന്റെ കലാലയത്തിൽ, അദ്ദേഹത്തിന്റെ പാഠശാലയിൽ സഹോദരൻ അയ്യപ്പനും പിൽക്കാലത്ത് അയ്യങ്കാളിയും കുമാരനാശാനും ഒക്കെ പഠിച്ചു. നിരവധി ആശയഗതികൾ, സമത്വത്തിന്റെ, സാഹോദര്യത്തിന്റെ ചിന്തകൾ അവിടെ നിരൂപപ്പെട്ടു വന്നു. ഇദ്ദേഹം ആളുകളുടെ കണ്ണിലെ കരടായി മാറി.
ആക്രമണം നടത്താതെ, ഏറ്റുമുട്ടൽ നടത്താതെ സാഹോദര്യത്തിന്റെ പുത്തൻ ചിന്ത ആ മഹാരഥൻ മുമ്പോട്ട് വച്ചു. അധികം താമസിക്കാതെ മറ്റു ചില നാടുകളിൽ കൂടിയും ഇത്തരം ആശയങ്ങൾ പുറപ്പെട്ടു വന്നു. നിങ്ങൾക്കറിയണ്ടേ, ഈ കാലഘട്ടത്തിൽ മിഷണറിമാർ പൂനെയിൽ സ്ഥാപിച്ച സ്കോട്ടിഷ് ഇംഗ്ലീഷ് സ്കൂൾ ഉണ്ടായിരുന്നു. ഈ സ്കോട്ടിഷ് ഇംഗ്ലീഷ് സ്കൂളിൽ പഠിച്ചിറങ്ങിയ ഒരു പുരുഷനും ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. അവർ ദമ്പതികളായിരുന്നു, ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു. മഹാത്മാ ജ്യോതിബാ ഫൂലെ, തന്റെ ഭാര്യ സാവിത്രി ഫൂലെ, ഈ രണ്ടാളുകൾ പഠിച്ചിറങ്ങി ശൂദ്രന്മാരായിരുന്നു. ഈ രണ്ടാളുകൾ പഠിച്ചിറങ്ങി അവർക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ജോലി ചെയ്യാം, ഇംഗ്ലീഷ് അറിയാം. പക്ഷെ ഫൂലെ ചെയ്തത് എന്താണെന്ന് കേൾക്കണ്ടേ? അദ്ദേഹം തിരക്കി നടന്നു. പഠിക്കാൻ ആഗ്രഹമുള്ള ഏതൊരാളുണ്ടോ, അവൻ ആരുമാകട്ടെ, ഞാൻ അക്ഷരം പഠിപ്പിക്കും, ഇംഗ്ലീഷ് പഠിപ്പിക്കും, ജോമെട്രി പഠിപ്പിക്കും, മാത്സ് പഠിപ്പിക്കും. ഈ ചിന്തയോട് ഇറങ്ങി തിരിച്ചപ്പോൾ അത് വലിയ വിപ്ലവമായി, വലിയ പ്രശ്നമായി. അദ്ദേഹം തന്റെ ഭാര്യാ സുഹൃത്തായ ഫാത്തിമ ബീബിയെ സമീപിച്ചു. ഫാത്തിമ ബീബിയുടെ വീട്ടിൽ ആളുകളെ ചേർത്തുകൊണ്ട് ഒരു കലാലയം ജ്യോതിബാ ഫൂലെ തുടങ്ങുമ്പോൾ ജ്യോതിബാ ഫൂലെയുടെ പ്രവർത്തനങ്ങളുടെ പിന്നിലെ പ്രചോദനം സ്കോട്ടിഷ് ഇംഗ്ലീഷ് സ്കൂളിൽ മിഷണറിമാർ കൊടുത്ത ക്ലാസ് ആയിരുന്നു. ആ ക്ലാസ് പഠിച്ചിട്ട് അദ്ദേഹം സ്ഥാപിച്ചൊരു സ്കൂളാണ് ഇന്ത്യയിൽ ആദ്യമായി രൂപീകരിച്ച എല്ലാവർക്കും വേണ്ടിയുള്ള കലാലയം. അതുവരെ ഇന്ത്യക്കാരൻ സംസ്കൃതം പഠിക്കുന്നത് പാണ്ഡിത്യമാണെന്നും സംസ്കൃതമാണ് രാജ്യത്തിന്റെ ഭാഷയെന്നും അത് പരിശുദ്ധമാണെന്നും ധരിച്ചു വന്നപ്പോൾ അതറിയാത്തവനെ പുച്ഛിച്ചു തള്ളി പാമരനെന്ന് കളിയാക്കി അകറ്റിയപ്പോൾ ഇംഗ്ലീഷ് എന്ന നവീനമായ ഭാഷയും അത് കൊണ്ടുവരുന്ന സംസ്കാരവും കുട്ടികൾക്കുള്ള യൂണിഫോമും പരിഷ്കൃതാശയുടെ ഭക്ഷണവും ഒക്കെ കടിച്ചുകൊണ്ട് ഒരു പുത്തൻ ആശയ വിപ്ലവം അങ്ങ് പൂനെയിൽ മഹാത്മാ ജ്യോതിബാ ഫൂലെ ആരംഭിക്കുന്നു. കേരളത്തിൽ ബഹുമാനപ്പെട്ട ശ്രീ നാരായണ ഗുരു ആരംഭിക്കുന്നു. ഇതിനൊക്കെ എതിരെ വലിയ കലാപം ഇവിടെ പൊട്ടിപ്പുറപ്പെടുകയാണ്. അങ്ങനെയുള്ള പ്രശ്നപ്രതിസന്ധികൾ നിൽക്കവേ മറ്റൊന്നുകൂടി സംഭവിച്ചു. അക്കാലഘട്ടത്തിലെ SNDPയുടെ യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിമാരിൽ പിൽക്കാലത്ത് വന്ന ഒരു ബഹുമാനനുണ്ടായിരുന്നു. സി കേശവൻ എന്നാണ് പേര്. അദ്ദേഹത്തിന്റെ ജീവിത സമരം എന്നൊരു പുസ്തകമുണ്ട്. ആ ജീവിത സമരത്തിൽ ഒരു അധ്യായം നിങ്ങളൊന്ന് പഠിക്കേണ്ടതുണ്ട്. അതെന്താണെന്ന് അറിയണ്ടേ? ഇന്ത്യയിൽ അറിയപ്പെടുന്ന വലിയ 2 മാസ് കൺവേർഷനുകൾ, അതിശക്തമായ വലിയ 2 മതപരിവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. ഒന്ന് മതപരിവർത്തന ശ്രമമാണെങ്കിൽ മറ്റൊന്ന് അക്ഷരീക മതപരിവർത്തനം. എന്തായിരുന്നു ആ 2 മതപരിവർത്തനങ്ങളിൽ? ഒന്നെന്ന് ഞാൻ പറയാം. അത് സി കേശവന്റെ നേതൃത്വത്തില് തിരുനക്കര മൈതാനത്ത് 25,000-ൽ പരം ഈഴവ സഹോദരങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് വിളിച്ചു പറഞ്ഞോ, ഞങ്ങൾക്ക് പൊതുജീവിതത്തിൽ യാതൊരു സ്ഥാനവുമില്ല, പൊതുനിരത്തുകളിൽ നടക്കാൻ അവകാശമില്ല. അങ്ങകലെ തിരുനക്കരയിൽ റോഡരികിൽ ഒരു ബോർഡ് കാണാം, തീണ്ടാപ്പലക എന്നാണ് അതിന്റെ പേര്. ഏതെങ്കിലും ഒരു മനുഷ്യൻ വർഗീയവാദി അവിടെ കൊണ്ട് ഒട്ടിച്ചു വെച്ച പലകയല്ലത്. രാജ്യം ഭരിക്കുന്ന അന്നത്തെ ഗവൺമെന്റ്, അന്നത്തെ രാജാക്കന്മാർ എഴുതി ഉണ്ടാക്കി വെച്ച പലകയാ. ആ പലക എഴുതിയിട്ടുണ്ട്, ഈഴവരടക്കമുള്ള ആവർണരാരും ഈ വഴിയിലൂടെ സഞ്ചരിക്കാൻ പാടില്ല, ഈ പൊതുവഴിയിലൂടെ സഞ്ചരിക്കാനായിട്ട് പാടില്ല എന്ന് എഴുതി വെച്ചു. മറിച്ച് ഈഴവ ശവശരീരങ്ങൾ പൊതുനിരത്തിലുള്ള കൊണ്ടുപോകാൻ പാടില്ല, അത് വീട്ടിൽ തന്നെ അടക്കിക്കൊള്ളണം, ആ പരിസരത്ത് എവിടെങ്കിലും അടക്കിക്കൊള്ളണം. വഴിയോരത്തൊരു ചണ്ടാളനോ മറ്റൊരു ദലിതനോ മരിച്ചു വീണാൽ ആ ശവശരീരം ആ പക്ഷിമൃഗാദികൾ വന്ന് കൊത്തി തിന്നാലും എടുത്തുകൊണ്ട് ഈ വഴിയിലൂടെ പോകാൻ പാടില്ല എന്ന വിധത്തിലെ തിട്ടൂരങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. ആ സ്ഥലത്ത് സി കേശവന്റെ നേതൃത്വത്തിൽ 25,000-ൽ പരം ആളുകൾ അണിചേർന്നിട്ട് ക്രിസ്ത്യ വിശ്വാസം സ്വീകരിക്കാൻ വന്നു. നിങ്ങൾക്കറിയാമോ സംഭവിച്ചെന്താണെന്ന്? അതിനുവേണ്ടി വന്നിരിക്കുന്ന ആളുകളോട് അങ്ങ് കോട്ടകത്ത് പാർത്തിരുന്ന CMS മിഷന്മാർ പറഞ്ഞത്, നോ, സാധ്യമല്ല സുഹൃത്തേ. അതിന്റെ കാരണം മതപരിവർത്തനം ചെയ്തു വരുന്ന ആളുകളെ ഞങ്ങൾക്ക് ആവശ്യമില്ല, മറിച്ച് ഹൃദയത്തിന്റെ അന്തരംഗങ്ങളിൽ യേശുക്രിസ്തുവിന്റെ രക്ഷകർത്തൃത്വം നിങ്ങൾ എന്ന് ഉൾക്കൊള്ളുന്നുവോ അന്ന് ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിങ്ങൾക്ക് വരാം. യേശു എന്ന രക്ഷകനെ, ഉലകത്തിന്റെ രക്ഷകനെ, ഉലക രക്ഷിതാവായ ഉലക ഗുരുവായ യേശുവിനെ കർത്താവിന്റെ രക്ഷിതാവായി ഹൃദയത്തിൽ സ്വീകരിച്ച് അതരം കൊണ്ട് ഏറ്റുചൊല്ലുന്ന ഒരുവന് നിമജ്ജന സ്നാനം കൊടുത്ത് അവനെ വിശ്വാസത്തിന്റെ ഭാഗമാക്കുന്ന ഒരു പതിവ് ഞങ്ങൾക്കുണ്ടേ. അതിനപ്പുറത്തേക്ക് ഇങ്ങനെ ആയിരങ്ങൾ ഇരമ്പി വന്നാൽ സ്വീകരിക്കുന്ന ഒരു മാർഗമല്ല എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയച്ച ചരിത്രം എഴുതി വെച്ചിട്ടുണ്ട് സി കേശവന്റെ ചരിത്രത്തിൽ. ഇതൊന്നും വായിച്ചിട്ടില്ലാത്ത ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകൾ പറയുക, ഞങ്ങളിതാ മതപരിവർത്തനം നടത്തുന്നു. ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി സാർ, നിങ്ങൾ പോയി SNDP യോഗത്തിന്റെ ആദ്യകാല ജനറൽ സെക്രട്ടറി എഴുതിയ സി കേശവൻ എഴുതിയ അദ്ദേഹത്തിന്റെ ജീവിത സമരമടക്കമുള്ള പുസ്തകങ്ങൾ വായിച്ചു നോക്കണം. ഞങ്ങൾ അന്നും ഇത്തരം മതപരിവർത്തനങ്ങളെ പിന്തുണയ്ക്കുകയല്ല, ഇന്നും ഞങ്ങൾ അതിനെ പിന്തുണയ്ക്കുന്നില്ല. കാരണം ഞങ്ങളുടെ ഗുരു പഠിപ്പിച്ചിട്ടുണ്ട്, മതപരിവർത്തനം പാടില്ല. മതപരിവർത്തനം നടത്തുന്നവനെ നോക്കി
ഞങ്ങളുടെ ഗുരു പറഞ്ഞൊരു കാര്യം എന്താണെന്ന് പറയാ. അവരെ നോക്കി പറഞ്ഞു, കപടഭക്തരെ. ഈ പദം വെച്ചിട്ട് കപടഭക്തരെ, മതപരിവർത്തനം നടത്താൻ പോകുന്നവരെ നോക്കി എന്റെ ഗുരു പറഞ്ഞത് കപടഭക്തരെ, നിങ്ങൾ കാടും മലയും ഒക്കെ കടന്ന് കടല് കടന്ന് ആളുകളെ പോയി മതം മാറ്റും, എന്നിട്ട് നിങ്ങളെക്കാൾ ഇരട്ടി നാശയോഗ്യരാക്കും എന്ന് പഠിപ്പിച്ച ഒരു ഗുരുവിന്റെ സൂക്തങ്ങൾ തങ്കലിപിതത്തിൽ രേഖപ്പെടുത്തിയ ഒരു ഗ്രന്ഥം കയ്യിലെന്തിയ ഞങ്ങൾ നിങ്ങളുടെ മുമ്പ് നിൽക്കുന്നത്. അപ്പോൾ ചോദിക്കും, മതപരിവർത്തനം നടക്കുന്നില്ലേ? ഞാൻ ആദ്യം പറയാം, ഇത് മതമല്ല സ്നേഹിതരെ. അതിന്റെ കാരണം പറയും, നിങ്ങൾ മതമൊന്ന് വിളിച്ചോ, അതിന് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ സമ്മതിക്കില്ല. കാരണം മതത്തിന് വേണ്ട ചേരുവകളൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. ഒരു മതത്തിന്റെ ലക്ഷണം ഇത് പറഞ്ഞ് പണ്ട് റോമിൽ ഞങ്ങൾക്കെതിരെ കേസെടുത്തത് റോമൻ ഭരണകൂടം. ഇത് മതമല്ലെന്ന് റോമിൽ പണ്ട് തെളിയിക്കപ്പെട്ടതാണ്. ക്രിസ്തു വിശ്വാസം ഈസ് നോട്ട് എ റിലീജിയൻ, ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ റിലീജിയൻ. എന്താ കാരണമെന്ന് അറിയണ്ടേ? മതത്തിനൊരു തീർത്ഥാടന കേന്ദ്രം വേണം, ഞങ്ങൾക്കത് ഇല്ല. മതത്തിന് ഒരു പുണ്യശ്ലോകം എന്തെങ്കിലും ഈ പറഞ്ഞ വിധത്തിൽ വേണം, ഞങ്ങൾക്കതില്ല. മതത്തിന് ഏതെങ്കിലും ഒരു നിറം പ്രിയപ്പെട്ടതാകണം, ഒരു കൊടിക്കൂറ, ഞങ്ങൾക്ക് അങ്ങനെ ഒന്നില്ല. മതത്തിന് ഏതെങ്കിലും ഒരു സ്ഥലം പ്രിയപ്പെട്ടതാകണം, ഞങ്ങൾക്ക് അങ്ങനെ ഇല്ല. മതത്തിന് ഏതെങ്കിലും ഒരു ദിവസം പ്രിയപ്പെട്ടതാകണം, ഞങ്ങൾക്ക് അങ്ങനെ ഇല്ല. മതത്തിന് നാളും നാഴികയും ആചാരങ്ങളുമുണ്ട്, ഞങ്ങൾക്ക് ഈ വക കാര്യങ്ങളില്ല. ഒന്നുകൂടെ വിശദീകരിച്ച് പറഞ്ഞാൽ, യേശു ജനിച്ച ബേതലഹേമോ, യേശു വളർന്ന നസ്രത്തോ, യേശു ജീവിച്ച ഗലീലിയായോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ സ്ഥലമോ പുണ്യസ്ഥലമോ ഒന്നുമല്ല. അത് ഈ പറയപ്പെടുന്ന കുമളി പോലൊരു സ്ഥലം മാത്രമാണ് ഞങ്ങളെ സംബന്ധിച്ചോളം യെറുസലേം. മനസ്സിലായില്ലേ? ഈ കുമളിക്ക് എന്ത് ശ്രേഷ്ഠതയുണ്ട്? അതിനപ്പുറത്ത് അതിന് പ്രാധാന്യമൊന്നുമില്ല. ചരിത്ര പ്രാധാന്യമുണ്ട്, അതിനപ്പുറത്ത് അതിന് വേറെ പ്രാധാന്യമൊന്നുമില്ല. യേശു അവിടെ ജനിച്ചു, അതിനപ്പുറത്ത് അതിന് പ്രാധാന്യമില്ല. യെരുസലേമിനുമില്ല, ബേതലഹേമിനുമില്ല, ഗലീലിയായ്ക്കുമില്ല. അപ്പോൾ ഭൂതലത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തോട് ഞങ്ങൾക്ക് വിധേയത്വമില്ല. രണ്ട്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിറമേതാ എന്ന് ചോദിച്ചാൽ ഓരോരുത്തരും ഏതെങ്കിലുമൊക്കെ നിറം ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലാതെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു കൊടിക്കൂറയില്ല. ഇന്ന കൊടിക്കൂറയുടെ കീഴിൽ അണിനിരക്കണം എന്ന് പറയാൻ ഞങ്ങൾക്ക് കാവിക്കൊടിയില്ല, ഞങ്ങൾക്ക് നീലക്കൊടിയില്ല, ഞങ്ങൾക്ക് ഈ പറയുന്ന തരത്തിൽ ഏതെങ്കിലും ഒരു കൊടിക്കൂറയില്ല. പിന്നെ രാജ്യത്തിന്റെ പതാകയൊക്കെ ബഹുമാനിക്കുന്നത് മറ്റൊരു കാര്യം. അപ്പോൾ രാജ്യത്തിന്റെ പതാക ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. ആ കൊടി നമുക്കെല്ലാം ഉള്ളതുപോലുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, ഭൂമിയിൽ ഒരു നിറത്തോടോ ഏതെങ്കിലും ഒരു സ്ഥലത്തോടോ ഒരു തീർത്ഥാടന കേന്ദ്രത്തോടോ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസത്തോടോ ദിവസത്തിലെ ഏതെങ്കിലും ഒരു സമയത്തോടോ യാതൊരുവിധ പ്രത്യേകിച്ച് വിരോധമോ പ്രത്യേക പ്രതിപത്തിയോ ഇല്ലാത്ത വേറിട്ട ഒരു സമൂഹം, ഇതാ തനിച്ചു പാർക്കുന്നു ഒരു ജനം, ജാതീയതയുടെ കൂടെ എണ്ണപ്പെടാത്ത വേറിട്ട ഒരു സമൂഹം. ഇന്ന് രാത്രി യേശുവിന്റെ യേശു രക്ഷകന്റെ അനുഗാമികളാണ് എന്ന കാര്യത്തിൽ അഭിമാനമുള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ യേശുവിനെ അനുധാവനം ചെയ്യുന്ന മഹത്തരമായ ഈ ദൗത്യത്തിന്റെ ഭാഗമാകാൻ നമുക്ക് ഒരുമിച്ച് കഴിഞ്ഞതിലും ഞാൻ കർത്താവിന് മഹത്വം അർപ്പിക്കുകയാണ്. അപ്പോൾ ഇതൊരു മതമല്ല.